Hi, hello everyone. Welcome back to my new video. My name is Lija Jun. അപ്പം ഇന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ ഹെയറിൽ ഷോളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. വേറൊന്നുമല്ല, ഞാനിന്നൊരു ഹെയർ മാസ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയർ മാസ്ക് ട്രൈ ചെയ്തപ്പോൾ ചെറിയൊരു പണി കിട്ടി. അതായത് ആ ഒരു സാധനം നമ്മുടെ ഹെയറിൽ ഫുൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, പിന്നെ അതൊരു വൃത്തികേടാകും. അതുകൊണ്ട് ഞാൻ ഷോൾ ഇട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ്. അതായത് ചില ആൾക്കാർ രാവിലെ എഴുന്നേൽക്കുമ്പം പറയും, ഞാൻ ഇന്ന് ഫുൾ പോസിറ്റീവ് ആയിരിക്കും, ഞാൻ ഇന്ന് ഫുൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, എൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ 99% ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുമെന്ന്. ബട്ട് അവർ ആ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഇരുന്ന് വിഷമിക്കും. എനിക്കിന്ന് ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ എയിം ചെയ്ത കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം അവർക്ക് വരും. സോ അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ പലരും ലൈഫിൽ ഇത്ര നാളിനുള്ളിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആവണമെന്ന് വിചാരിക്കും. ഒരു ഡെഡ് ലൈൻ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവർ വയ്ക്കും. ബട്ട് ആ ഒരു ടൈം ആകുമ്പം അവർക്കത് ഒരു 100% അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിഷമിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സപ്പോസ് നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോൾ ആയിരിക്കാം. അപ്പം നമ്മൾ അങ്ങനെ ഒരാളാണ് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം, നമ്മളുടെ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടുത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പലർക്കും അറിയാം എന്താണ് നമ്മളുടെ പ്രോബ്ലം. വി നോ ദാറ്റ് വാട്ട്സ് അവർ മേജർ കൺസേൺ. നമ്മുടെ പ്രധാന പ്രശ്നം എന്താണ്, നമ്മുടെ പ്രോബ്ലംസിൻ്റെ സോഴ്സ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും വിചാരിക്കും, എന്നെക്കൊണ്ട് ഇന്ന് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്തായാലും ഇത് പറ്റത്തില്ല, ഇത് കുറച്ച് ടഫാണ്, ഇച്ചിരി റിസ്ക് ആണ്, സോ ഐ നീഡ് സം ടൈം എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് വരും. നമ്മൾ ആ ഒരു സംഭവത്തെ ഭയങ്കര നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡിൽ ആ ഒരു സംഭവം ഭയങ്കര നെഗറ്റീവായിട്ട് കിടക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഭയങ്കര ടഫാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലും നിങ്ങൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും നിങ്ങൾ വാഷ്റൂമിലായിരിക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ മൈൻഡ് പറയും, ആ സബ്ജക്റ്റ് എനിക്ക് ഇച്ചിരി ടഫാണ്, എനിക്കത് പഠിക്കാൻ കുറച്ച് ടൈം വേണം, ആ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതിനെനിക്ക് കുറേ റിസ്ക് എടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയും. ശരിക്കും ഇതുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ ആ ഒരു സെൽഫ് ഇവാലുവേഷൻ്റെ പാർട്ടായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് ഇത് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പം നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ റെസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഗ്രാജുവലി ഒരു നെഗറ്റീവ് തോട്ടായിട്ട് മാറുന്നത്. പിന്നീട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു സംഭവം ഇങ്ങനെ കിടക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇപ്പം ചിലവർക്ക് രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ളവർ കാണും. അപ്പം അങ്ങനെയുള്ളവർ എവിടെ ചെന്നാലും സ്വയം ഇങ്ങനെ പറയും, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഞാൻ അവിടെ എന്ത് ചെയ്യും, ഞാൻ ഒറ്റയ്ക്കായി പോവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. സോ അവരുടെ ഒരു മേജർ കൺസേൺ ആയിട്ട് അത് മാറും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കറിയാം ഓക്കെ അതവിടെ കഴിഞ്ഞു, ആ ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷനെ പറ്റി എപ്പോഴും നിങ്ങൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാം. ദെൻ ഒരുപാട് അങ്ങ് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചിന്തിച്ച സൊല്യൂഷൻ നിങ്ങളങ്ങ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്കറിയാം നമ്മുടെ വീക്ക്നെസ്സസ് ഇന്നതൊക്കെയാണ്. ഇപ്പോൾ വീക്ക്നെസ്സസ് ഒക്കെ ഉള്ള ആൾക്കാർ ലൈഫിൽ രക്ഷപ്പെടത്തില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇപ്പം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സസ് ഉണ്ടാവും. സോ നമ്മളുടെ വീക്ക്നെസ്സസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. നമ്മളുടെ എല്ലാ എയിംസിൻ്റെയും കൂടെ, നമ്മളുടെ എല്ലാ ഡ്രീംസിൻ്റെയും കൂടെ തന്നെ നമ്മുടെ ഈ വീക്ക്നെസ്സും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയി ലൈഫിൽ രക്ഷപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിലും നമ്മുടെ റിലേറ്റീവ്സിലും ഒക്കെ പലരും എപ്പോഴും നമ്മളോട് പറയും, എനിക്ക് നെഗറ്റീവ് തോട്ട്സ് ഒന്നുമില്ല, ഞാൻ എപ്പോഴും പോസിറ്റീവാണ്, ഞാൻ ഏതൊരു സിറ്റുവേഷനിലും പോസിറ്റീവായിട്ടിരിക്കും, ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ബട്ട് ഇവരിലും പലരും ചില സമയത്ത് പല സിറ്റുവേഷൻസിനും നെഗറ്റീവായിട്ട് കാണും. അതായത് അവർക്കറിയാം അവരുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ വീക്ക്നെസ് അവരുടെ മനസ്സിലുണ്ടാവും, ആ ഒരു സംഭവം എനിക്ക്
അതിനെ ഓവർകം ചെയ്യിച്ചിട്ട് പാടാം. ഇങ്ങനെയുള്ള ഒരു തോട്ട് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ അവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു നെഗറ്റീവ് ട്രാക്കിലേക്ക് ചെന്ന് പെട്ടുപോകും. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വീക്ക്നെസ്സസ് എന്താണ്, നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കരുത്. നമ്മൾ ആ സ്റ്റേജ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആവുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, സൊല്യൂഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം വീക്ക്നെസ്സസ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത നെഗറ്റീവ്സ് ഇല്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ എൻ്റെ നെഗറ്റീവ്സ് ഇതാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, നാളെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് ഉണ്ടാവും, ഈ തോട്ട്സൊക്കെ മാറ്റിയിട്ട് നാളെ ഞാൻ അവിടെ ചെല്ലുമ്പം ഒരുപക്ഷെ എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ വിൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ പോസിറ്റീവ് തോട്ട്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാവണം എന്നാണ് നിങ്ങളുടെ ഡ്രീം. ആ ആളായിട്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിംഗർ ആവണം. അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആ ലെവലിലുള്ള ഒരു സിംഗറായി നിങ്ങൾ ഒരുപാട് വലിയ വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ വലിയ സിംഗേഴ്സിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ബിസി ഷെഡ്യൂള്, നിങ്ങളുടെ ഡെയിലി റുട്ടീന്, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും സംസാരിക്കുന്ന ആരോടൊക്കെ ആയിരിക്കും, കൂടുതൽ ടൈം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എന്തായിരിക്കും, നിങ്ങൾ ആ സമയത്തൊക്കെ കൂടുതൽ ചെയ്യുന്ന നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയായിരിക്കും. സോ ആ ഒരു നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രനർ ആവണം. സോ നിങ്ങൾ ആ ലെവലിലുള്ള ഒരാളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കൊരു വലിയ എന്താ പറയുക, സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയുടെ MD ആവണം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, ഒരു IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ബില്യണയർ ആവണം, അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണം. അപ്പോൾ ആ ലെവലിലുള്ള ആ നിങ്ങളായിട്ട് നിങ്ങൾ മാറുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങളത് പറഞ്ഞ് പഠിപ്പിക്കുക. സോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ ടൈം അങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലാതെ നിങ്ങളുടെ വീക്ക്നെസ്സിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്കിത് പറ്റത്തില്ല, എനിക്കത് പേടിയാ, അതൊക്കെ ഇച്ചിരി പാടാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ആ ആളായി അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരാളായി എന്ന് നമ്മൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇനി ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പം ആ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുക. അതായത് ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പം അതുപോലത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫണ്ണി ആയിട്ട് നിങ്ങൾ പറയുക. പിന്നീട് നിങ്ങൾ അതിന് വേണ്ടി സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നമ്പർ 1 ക്വാളിറ്റിയാണ് വിൽ പവർ എന്ന് പറയുന്നത്. സോ ആ ഒരു ലെവലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിൽ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നമ്പർ 1 ക്വാളിറ്റിയാണ് വിൽ പവർ എന്ന് പറയുന്നത്, അഥവാ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളത് ചെയ്തിരിക്കും. ഞാനൊരു കാര്യം ഇന്നു മുതൽ ചെയ്യില്ല എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെയ്യില്ല. ഇന്ന ആളിനെ ഞാൻ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി വിളിക്കരുത്. ഞാൻ നാളെ മുതൽ ആ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കരുത്. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതിനാണ് വിൽ പവർ എന്ന് പറയുന്നത്. സോ ഇത് ഫസ്റ്റ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ബുദ്ധിമുട്ടാണ്, മറ്റേത് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം അങ്ങനെ ആണ് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആദ്യം ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ച് ഈസി ആക്കാൻ പറ്റുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെറിയ ടാസ്ക് നിങ്ങൾക്ക് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളോട് പറയുകയാണ് നാളെ മുതൽ ഷുഗർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം, സ്വീറ്റ്സ് ഒന്നും കഴിക്കരുതെന്ന്. അപ്പം നിങ്ങൾക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഡെയിലി ചോക്ലേറ്റ്സ് കഴിക്കും, ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കും, ചായ, കോഫി, ഇതൊക്കെ ഒരുപാട് നിങ്ങൾ കൺസ്യൂം ചെയ്യുമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം സ്റ്റോപ്പ് ചെയ്യുക.
നാളെ മുതൽ ഞാൻ ചോക്ലേറ്റ്സ് 5 കഴിക്കുന്ന ഞാൻ നാളെ മുതൽ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ എല്ലാ കാര്യത്തിലും ഈ ഒരു വിൽ പവർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ ഗ്രാജുവലി എത്തുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്സും കൂടെ നിങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് നമുക്ക് എന്താണോ നമ്മളുടെ പരിമിതികൾ, എന്താണ് നമ്മുടെ പ്രോബ്ലംസ് എന്നറിയാം. പക്ഷെ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എനിക്കത് പറ്റുന്നില്ല എന്ന് സ്റ്റിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ റീസൺ, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങളിപ്പോഴും ആ പ്രോബ്ലത്തിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ആ ഒരു സൊല്യൂഷനിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമുള്ള വീഡിയോ. ഇതേപോലത്തെ ഒരുപാട് ലൈഫ് ലെസൺസ് വീഡിയോസ്, അതേപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.